ശ്രദ്ധിക്കുകയാണ്. അതാത് സ്ഥലങ്ങളിൽ നിന്നും വന്ന ആഘോഷ പ്രമുഖന്മാര് ദേശങ്ങളെ അകത്തേക്ക് കൊണ്ടുപോയി ഓരോ കമ്മിറ്റിയിലും പേരെഴുതി വെച്ചിട്ടുണ്ട്. ഓരോ സ്ഥലത്തെ പേരും എഴുതി വെച്ചിട്ടുണ്ട്. അതാത് സ്ഥലങ്ങളിൽ കയറി അവർക്കുള്ള ലഘുഭക്ഷണം നൽകുവാൻ അറിയിക്കുന്നു. വീഡിയോ ഇട്ടേക്കണേ. ഓരോ സ്ഥലത്തു നിന്നും വന്ന ശോഭായാത്രയിലെ ദേശങ്ങൾ മാത്രം അകത്തേക്ക് കയറ്റുക. ആഘോഷ പ്രമുഖന്മാര് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഓരോ സ്ഥലങ്ങളുടെയും പേര് എഴുതി വെച്ചിട്ടുണ്ട്. ആ കൗണ്ടറുകളിൽ മാത്രം കയറുവാൻ അറിയിക്കുന്നു. ദാഹജലം എല്ലാ ഭക്തജനങ്ങൾക്കും ദാഹജലം ക്രമീകരിച്ചിട്ടുണ്ട്. അത് പരമാവധി പ്രയോജനപ്പെടുത്തുക. വേഷങ്ങൾ മാത്രം അന്നദാന മണ്ഡപത്തിലേക്ക് പ്രവേശിക്കേണ്ടതാണ്. വേഷങ്ങളോടൊപ്പമുള്ള ആളുകൾ ക്ഷേത്രത്തിന്റെ മുൻവശത്തുള്ള സ്ഥലങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ ഭഗവത് നാമത്തിൽ അറിയിക്കുകയാണ്. വേഷങ്ങൾ മാത്രം താഴേക്ക് പോവേണ്ടതാണ്. വേഷധാരികളായ കുട്ടികൾ മാത്രം ക്ഷേത്രത്തിന്റെ അന്നദാന മണ്ഡപത്തിലേക്ക് പ്രവേശിക്കേണ്ടതാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. വേഷധാരികളായ കുട്ടികൾ മാത്രം ക്ഷേത്രത്തിന്റെ അന്നദാന മണ്ഡപത്തിൽ പ്രവേശിക്കേണ്ടതാണ്. വേഷധാരികളായ കുട്ടികൾ മാത്രം ക്ഷേത്രത്തിന്റെ അന്നദാന മണ്ഡപത്തിലേക്ക് പ്രവേശിക്കണം. കൂടെയുള്ള ആളുകൾ ബാക്കിയുള്ള സ്ഥലത്ത് പരമാവധി ആ സ്ഥലം പ്രയോജനപ്പെടുത്തുക. എല്ലാവരും കൂടി കയറിയാൽ അവിടെ വലിയ തിക്കും തിരക്കുമാകും. കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ ഉള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വലിയ തിക്കും തിരക്കും താഴെ അനുഭവപ്പെടുന്നത് ഒഴിവാക്കാൻ വേണ്ടി കുട്ടികൾ മാത്രം, വേഷധാരികളായ കുട്ടികൾ മാത്രം അന്നദാന മണ്ഡപത്തിലേക്ക് പ്രവേശിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. കുട്ടികളുടെ അമ്മമാര് അകത്തേക്ക് പോകുന്നുണ്ട്. അവിടെ എല്ലാവരും കൂടി പോയാൽ തിക്കും തിരക്കുന്നുണ്ടാകും. സ്വാഗത സംഘം പ്രവർത്തകരുടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അവൽപ്രസാദം ആ വെള്ളത്തിന്റെ കമ്പിലേക്ക് വെച്ച് ഈ ഭക്തജനങ്ങൾക്ക് കൂടി കൊടുക്കുവാനുള്ള പ്രതികരണം ചെയ്യുക.